അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ആ, വിഷയങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ളതും അതേസമയത്ത് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി കാണാറുള്ള ഒരു വിഷയമാണ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. മനുഷ്യന്മാർ വീട്ടിലകത്ത് താമസിക്കുന്ന ആളുകൾ പരസ്പരം ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അവിടം വിട്ട് അത് മനുഷ്യൻ്റെ മാനസികവും ആത്മീയവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായ ആ, പ്രശ്നങ്ങൾക്ക് അല്ല, കേടുപാടുകൾക്ക് അല്ല, തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു വിഷയമാണ് വീട്ടിനകത്തുണ്ടാകുന്ന ആളുകൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങൾ. ആ ബന്ധങ്ങളിൽ ആ, ഉണ്ടാകുന്ന അനീതി എന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. പലർക്കും പല അനുഭവം ഉണ്ടാകാം, പക്ഷേ എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാണ്. നമ്മുടെ അടുത്ത് സമീപിക്കുന്ന കേസുകളിൽ മുസ്ലിങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ, മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ്? ഇൻലോസ്. അതായത് ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, ഭർത്താവിൻ്റെ സഹോദരിമാർ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാർ, ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യമാർ പോലുള്ളത്. ഇത് ഭാര്യയുടെ വീട്ടിൽ നിന്നും ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പ ഒക്കെ വരാറുണ്ടെങ്കിലും പക്ഷെ അത് വരുന്ന രീതി വ്യത്യാസമുണ്ട്. ഒന്ന് ഡയറക്റ്റായിട്ട് നമ്മളെ സ്വാധീനിക്കും, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ വീട്ടിൽ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പ, അവരിൽ നിന്നുണ്ടാകുന്ന അനീതിയും ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഈ ഭർത്താവിനെ ഡയറക്റ്റ് അല്ല ബാധിക്കുന്നത്, തൻ്റെ ഭാര്യയിലൂടെ ഭർത്താവിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം ആ മരുമകളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിമാർ പോലെയുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇൻജസ്റ്റിസ് ഈ ഭാര്യയെ നേരിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മുസ്ലിം സൊസൈറ്റീൻ്റെ ഇടയിലാണ്. അതും സത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് 10-18 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മതം ശ്രദ്ധിക്കുന്ന കുടുംബത്തിൽ, മതപരമായ ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മതപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ. അത് മതത്തിൻ്റെ കുഴപ്പമല്ല, മതം പഠിപ്പിക്കപ്പെടുന്നതിൻ്റെ കുഴപ്പമാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ, സംഘടനവൽക്കരിക്കപ്പെട്ട ഒരു മതവീക്ഷണം ഉണ്ടാവും. അത്തരക്കാർ ഇപ്പം നിങ്ങൾക്കറിയില്ല, പല കക്ഷികൾ, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ചകനൂര്, ഖാദിയാനി. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഉണ്ടാകുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വാസ്തവത്തിൽ അധിക സ്ത്രീകളും പെൺകുട്ടികൾ, നമ്മുടെ മുമ്പിൽ വരുന്ന സ്ത്രീകൾ, അത് ഏത് പ്രായക്കാരായാലും, ഒരു 7 വയസ്സ് 8 വയസ്സിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ആ വീട്ടിലുണ്ടാകുന്ന ആളുകളുടെ അനീതി കാര്യമായിട്ട് കൊള്ളുകയും അത് അവരുടെ മാനസികവും ശാരീരികവും അവരുടെ ലൈഫിനെ തന്നെ തകർക്കുന്ന, അവരിനി എന്ത് റബ്ബേ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇനി ഇവിടെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കണ്ണാടിയിൽ നോക്കി കരയുന്ന ആളുകളാണ് അധികവും. എന്നാൽ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, അവർ എനിക്ക് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും വളരെ സപ്പോർട്ടീവാണെന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയായി 2-3 പെൺകുട്ടികൾ അവരുടെ ഇത്തരം വിഷയം ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു പെൺകുട്ടി ഉണ്ടായി. അവളുടെ നമ്മളെ മുമ്പിൽ കൗൺസിലിംഗ് സെൻറ്ററിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു. അവളുടെ തൊട്ടടുത്ത് അവളുടെ അമ്മായിയമ്മ ഇരിക്കുന്നുണ്ട്, ഭർത്താവും ഇരിക്കുന്നുണ്ട്. അവൾ ഈ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചിട്ട്, എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എൻ്റെ ഉമ്മയേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടത് എൻ്റെ അമ്മായിമ്മയാണെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർത്തു. ഇതുപോലെ ചുരുക്കം കുടുംബത്തിൽ മാത്രമാണ് എൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് ഉപദ്രവമില്ല, അമ്മായിയപ്പനിൽ നിന്ന് ഉപദ്രവമില്ല എന്ന് പറയുന്നത് വളരെ കുറവാണ്. മേ ബി 20% കൂടി കിട്ടില്ല, ബാക്കി 80% ഉപദ്രവമുണ്ട് പല തട്ടിൽ. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് വീട് വെച്ച് വേറെ പോകണം, വീട് വെച്ച് വേറെ പോകണം എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഈ ഉപദ്രവങ്ങൾ പല രീതിയിലാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ നിന്ന് നല്ല കുട്ടികളായി ജീവിച്ച് അവർ മതപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവർ കല്യാണം കഴിച്ച് അവർ വലുതായി അവരുടെ മക്കൾ കല്യാണം കഴിച്ച പിന്നെ അവരെന്തുകൊണ്ടാണ് ഒരു സാക്ഷാൽ ഒരു ഡെവിളിഷ്, ഒരു ശൈത്താനികമായ ബിഹേവിയറിലെത്തുന്നത് എന്നത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ 10-18 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പല ആളുകളോടും പങ്കുവച്ചിട്ടുണ്ട്, പല ആളുകളോടും സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് അംഗീകരിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒരു സ്ത്രീ
അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ, അവരുടെ മാരീഡ് ലൈഫിൽ, പ്രത്യേകിച്ച് അവളുടെ ബെഡ്റൂമിൽ അവൾ തൃപ്തിയല്ലെങ്കിൽ, അവൾക്ക് തൃപ്തിയില്ലെങ്കിൽ, ദാറ്റ് മീൻസ് അവളുടെ കോൺജുഗൽ ലൈഫ്, അവളുടെ ഭർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി ബെഡ്റൂമിൻ്റെ അകത്ത്, അത് പ്രത്യേകിച്ച് ലൈംഗികപരമായ അവൾ തൃപ്തിയല്ലെങ്കിൽ, ആ ഒരു സ്ത്രീ മറ്റൊരു ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം പ്രത്യേകിച്ച് അവളെ വീട്ടിൽ അനുവദിക്കൂല. മനഃപൂർവ്വമല്ല, അങ്ങനെ ഒരു ചിന്തയോ അവർക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ആശയോ ചിന്തയോ അല്ലെങ്കിൽ ഒരു അറിവോ അവർക്കില്ല. പക്ഷെ അവരുടെ എമോഷൻസ് അങ്ങനെ വർക്ക് ചെയ്യും. അവരുടെ അറിയാതെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുപോലെ എടുക്കണ്ട. നിങ്ങളൊരു 25 കേസ് നിങ്ങളുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ അറിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുടുംബം, പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പുറത്തുനിന്ന് നോക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഹാപ്പി ആയിട്ട് ഇൻറ്റിമസിയോടുകൂടി ജീവിക്കുന്ന കുടുംബത്തിൽ, അത് ഇല്ലാത്ത കുടുംബത്തിലും ഉള്ള മരുമക്കളുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഞാനീ പറയുന്നത് ശരിയാവും. ഒരു 25 ഫാമിലി എടുത്തോ, ഒരു 20 കേസ് വേണ്ട, ഒരു 18 കേസെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ഇവിടെയാണ് വലിയൊരു വിഷയം ഉണ്ടാകുന്നത്. ഇവിടെ അനീതിയാണ് സംഭവിക്കുന്നത്. ഈ അനീതിയാണെന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യ ബുദ്ധി ആ വീട്ടുകാരോ അല്ലെങ്കിൽ ആ കല്യാണം കഴിച്ച ഭർത്താവ്, ആ മകൻ, അവൻ പോലും കാണിക്കാത്തതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ മർദ്ദിതയാക്കുന്ന, അവർ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇത് സാക്ഷാൽ ജിന്നുബാധയല്ല. ഇത്തരം കേസത്തൊക്കെ ജിന്നുബാധയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറ്. നോ, ഇത് മനുഷ്യബാധയാണ്. ഇത് ജിന്ന് ശൈത്താൻ ബാധിച്ചതല്ല, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ ബാധിച്ചതല്ല, ഇത് മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ ബാധിച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയമാണെങ്കിൽ 2, 4, 8, 10 മണിക്കൂർ സംസാരിക്കാൻ എൻ്റെ കയ്യിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് അറിവുകൾ തന്നെ സംസാരിക്കാം. പക്ഷേ ഇത് ചുരുക്കി ഒരു അരമണിക്കൂർ കൊണ്ടോ 40 മിനിറ്റ് കൊണ്ടോ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മതപരമായ വീക്ഷണത്തിലൂടെ കുറേ സ്റ്റുപ്പിഡിറ്റി, വിഡ്ഢിത്തങ്ങൾ, നോൺസെൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ മൊല്ലാക്കമാരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഏത് സംഘടനയായാലും അതിൻ്റെ ഉള്ളിലുള്ള മൊല്ലാക്കയാണല്ലോ. ഈ മൊല്ലാക്ക സമൂഹത്തിലുണ്ടാകുന്ന ഒരു വിജ്ഞാനോ വിവേകോ ആ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കാത്ത, ഒരു ഭൗതികപരമായ വിദ്യാഭ്യാസമോ ഭൗതികപരമായ ലേണിങ്ങിലൂടെ സഞ്ചരിക്കാത്ത ഒരു അറബിക് കോളേജ് പ്രൊഡക്റ്റ്, ആ പ്രോഡക്റ്റുകൾ ഈ മൊല്ലാക്കന്മാർ, ഇത് എല്ലാ സംഘടനയിലും ഉണ്ട് ഈ മൊല്ലാക്ക, അവരാണ് ഇതിൻ്റെ കാര്യമായിട്ട് ഇതിൻ്റെ വക്താക്കൾ. അവരെന്ത് ചെയ്യും? ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും. ഇതിനെ ചർച്ചയ്ക്ക് പോലും വരാത്ത രീതിയിൽ മൂടിക്കെട്ടുകൊണ്ടിരിക്കും. ചർച്ചയ്ക്ക് വന്നാൽ പോലും അത് വൈയക്തികമാക്കി മാറ്റി അതൊരു വിഷയമേ അല്ലാത്ത രീതിയിൽ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയും, ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതും ശരിക്കും നല്ല ജനമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, മാസങ്ങളോളം വർഷങ്ങളോളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. ഇൻലോസ്, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ, പ്രത്യേകിച്ച് ഈ ഭാര്യയെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാരുടെ ഷെറുകൾ ഉണ്ടെങ്കിൽ അത് ഭാര്യയിലൂടെയാണ് വരുന്നത്, ഭർത്താവിന് നേരിട്ടല്ല, ഭാര്യയിലൂടെ വന്നിട്ട് തൻ്റെ കുടുംബജീവിതത്തെ തകരാറിലാക്കും. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഉപദ്രവം ഭാര്യയ്ക്ക് നേരിട്ട് കൊള്ളും. ഒരു പക്ഷേ ഭർത്താവ് അറിയ പോലും ഉണ്ടാവില്ല, ഭർത്താവിനത് താല്പര്യം ഉണ്ടാവില്ല, അവനതിൽ ഒരു വൈമനസ്യം കാണിച്ചിട്ട് അതിനെ അറ്റൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കാര്യമായിട്ട് എടുത്ത് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത് വന്ന ഒരുപാട് കേസസ് എനിക്ക് ഭയങ്കര നെഞ്ചിന് പ്രയാസം ഉണ്ടാക്കി, ഒരുപാട് കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേട്ടു. അതുകൊണ്ട് ഇതിന് കാര്യമായിട്ട് പറയണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, ഇന്നലെ മിഞ്ഞാന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ വന്നത്. അതുകൊണ്ട് വുമൺ ഈസ് ഒബ്ലിജ്ഡ്, ഒരു തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കുവാൻ താൻ ബാധ്യസ്ഥനാണ് എന്നൊരു പെൺകുട്ടിയുടെ തലയിൽ ചെറുപ്പം മുതലേ കയറ്റി വെച്ചിട്ടുണ്ട് മൊല്ലാക്കന്മാർ. എന്തിനധികം ആ കുട്ടിയുടെ വിവാഹത്തിൻ്റെ അന്ന് പോലെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയും. സന്തോഷം, ഈ ഖുതുബ വിവാഹത്തിൻ്റെ ദിവസത്തിൽ ഖുതുബ പറയുന്ന സമയത്ത് പോലും ആ കുട്ടിയുടെ ഉള്ളിലേക്ക് നെഗറ്റീവാണ് കൊടുക്കുന്നത്. ഇന്ന് മുതൽ ഇവൾക്ക് 2 ഉമ്മയാണ്, ഇന്ന് മുതൽ ഇവൾക്ക് 2 ഉപ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് 2 ഉമ്മയില്ല, 2 ഉപ്പയില്ല. അവളെ ജനിപ്പിച്ച ബയോളജിക്കൽ ഫാദറും മദറേ ഉള്ളൂ. ഇസ്ലാമിലും ലോകത്വ നിയമത്തിലും ഇല്ല. അത് മൊല്ലാക്ക ജനസമിതി കിട്ടാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇല്ല. മറ്റേതാരാ? അത് അമ്മയമ്മ, ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും. അതുപോലെയല്ലേ, അതുപോലെയാകാം, പെരുമാറാം, പക്ഷേ റിയലി അതല്ല. അതുപോലെ ഒരു മരുമകൾ കയറി വരുമ്പം അമ്മയമ്മ പറയും, ഇതിൻ്റെ മകളെ പോലെയാണ്. ദെൻ ദാറ്റ് ഈസ് ഒന്നാമത്തെ കളവ്, ഒന്നാമത്തെ കാപട്യത്തിൻ്റെ ലക്ഷണം അവിടെ തന്നെ കണ്ടോളൂ. ഇതെൻ്റെ മകളെപ്പോലെയാണ്, എനിക്ക് അവളിൻ്റെ മകളെപ്പോലെയാണ്. അവിടെ തന്നെ സൂക്ഷിച്ചോ, കളവാ. മരുമകൾ വരുന്നത് മകളെപ്പോലെ കാണാൻ കഴിയില്ല.
കാരണം ആണെങ്കിലോട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാൾ നിങ്ങളുടെ സ്വത്തവകാശം ആൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങളുടെ മകളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ ഇവളിൽ നിന്ന് വന്ന ഈ മരുമകളിൽ നിന്ന് നിങ്ങൾ സഹിക്കൂല. നിങ്ങളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ മകൾക്കും മരുമകൾക്കും ഒരുമിച്ച് കേട്ടാലും ഈ മരുമകൾക്ക് സഹിക്കൂല. ബിക്കോസ് അത് രണ്ടും രണ്ട് റിലേഷനാണ്. അതിനെ നിങ്ങൾ കാപട്യം പറഞ്ഞുകൊണ്ടോ കള്ളത്തരം പറഞ്ഞുകൊണ്ടോ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഭാര്യ ഈ കയറി വരുന്ന മരുമകളുടെ സ്ഥാനം എന്താ? മകളെപ്പോലെയല്ല, അതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ മേലെയുള്ളതാ. അവൾ ഒരു ഗസ്റ്റാണ്, അതിഥിയാണ്. എങ്ങനത്തെ? പെർമനന്റ് ഗസ്റ്റ്. ഈ മാതാപിതാക്കൾ മരിച്ചാൽ പിന്നെ ആ വീടും ആ വീടിൻ്റെ ഐശ്വര്യവും എല്ലാം കൊണ്ടു നടക്കേണ്ടുന്ന, പിന്നെ ആ അടുത്ത തലമുറകളിലേക്ക് കൈമാറേണ്ടുന്ന തൻ്റെ മകളല്ലാത്ത ഈ കുടുംബത്തിൽ വന്ന് കയറിയ ഒരു പെർമനന്റ് ഗസ്റ്റാണ്. ആ പദവി നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആ പെൺകുട്ടികളെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഭാര്യയെ മരുമകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ, മരുമകളായിട്ട് അവൾ നിങ്ങളെ വീട്ടിൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവളെ നിങ്ങളൊരു പെർമനന്റ് ഗസ്റ്റായിട്ട് കാണണം. അതിന് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ പേക്ക് ഹിദ്മ ചെയ്യുവാൻ, സേവനം ചെയ്യുവാനോ അവരെ നോക്കുവാനോ ഉള്ള ബാധ്യത ഇവൾക്ക് ഇല്ല, ഇസ്ലാമിലില്ല, ലോകത്തൊരു നിയമത്തിലില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള വിവരം കെട്ട മൊല്ലാക്കന്മാരത് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ദാറ്റ് ഈസ് സ്റ്റുപ്പിഡിറ്റി. അത് ചോദ്യം ചെയ്താൽ അവർക്ക് ദേഷ്യം വരും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു, ചോദ്യം ചെയ്യുന്നവർ ഇഷ്ടപ്പെടില്ല. കാരണം അവർ പറഞ്ഞ കളവ് പൊളിയെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അവർക്ക് ന്യായീകരിക്കാനൊന്നും കിട്ടാതെ ഒരു സമയത്ത് അവർക്ക് ദേഷ്യം വരും. എന്നാൽ നിങ്ങൾ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇസ്ലാം QA, അതുപോലെ ഇസ്ലാം നെറ്റ്, ഇസ്ലാം .org ഉണ്ട്. ഇതൊക്കെ നല്ല 4 മദ്ഹബിൻ്റെ വീക്ഷണങ്ങളും ലോകത്തുള്ള നമ്മുടെ ഈ കേരള മൊല്ലാക്കന്മാരുടെ പരിപ്രേക്ഷ്യത്തിലേ അല്ല കേട്ടോ. കേരളത്തിലെ മൊല്ലാക്കന്മാരെ നിങ്ങൾ ഇരുമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ പോലൊരു മൊല്ലാക്കാൻ്റെ പോലെയാവും. ആ മൊല്ലാക്കാൻ്റെ വീട്ടിലുള്ള എല്ലാ ചാബല്യങ്ങൾക്കും വരും ചെയ്യും. കാരണം നെഗറ്റീവ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. അതുകൊണ്ട് നിങ്ങളിതൊരു പഠിച്ച പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഹുസൈമീൻ സംസാരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് മുനീജിൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇസ്ലാം QA നെറ്റിൽ കിട്ടും, ഓർജിൽ കിട്ടും, അതുപോലെ ഇൻഫോയിൽ കിട്ടും, എല്ലാത്തിലും കിട്ടും. ഒരുപാട് സൈറ്റിൽ, ഹനഫി സൈറ്റിലൊക്കെ ഇഷ്ടംപോലെ സംസാരിച്ചിട്ട് ഇതിനെക്കുറിച്ച്. എനിവേ, പറഞ്ഞു വരുന്നത്, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കേണ്ടുന്ന ബാധ്യത മരുമകൾക്ക് ഇല്ല. അത് പിന്നെ ആർക്കാ? അത് ആ മാതാപിതാക്കളുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർ നോക്കണം. അപ്പോൾ ഭർത്താവിൻ്റെ ബാധ്യതയിൽ ഭാര്യ പങ്കുചേരാം. അത് ബാധ്യതയല്ല, അത് വേറെ വിഷയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ അനീതി ഇവിടെ തുടങ്ങുന്നു. അത് വളം വെച്ചു കൊടുക്കുന്ന മറ്റൊന്ന് ശരിയായ ഹദീസിനെയും ശരിയായ പ്രമാണത്തെയും തെറ്റായ മൊല്ലാക്കവൽക്കരണത്തിലൂടെ മാതാവിൻ്റെ കാലടിന് കീഴിലാണ് ഒരാളുടെ സ്വർഗം ആണ്. സംശയമൊന്നുമില്ല, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പക്ഷെ എന്ന് വെച്ച് ഈ കയറി വരുന്ന പെൺകുട്ടിയെ ഈ പഴയ 3ാം ക്ലാസ് തോറ്റ വല്യമ്മാൻ്റെ അസൂയ, പക, കുശ്ബ്, വാശി, ദേഷ്യം, അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ ഗിൽട്ട്, അവരുടെ എല്ലാ ചാബല്യങ്ങളും അവരുടെ വൈകാരികമായ പൊട്ടിത്തെറികൾക്കും വിധേയമാക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു അനീതി ഈ ആൺകുട്ടി ചെയ്യുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഹദീസ് റസൂൽ പറഞ്ഞതാ. പക്ഷെ അർത്ഥം ആരും പറഞ്ഞിട്ടില്ല, മനുഷ്യന്മാരും പറഞ്ഞിട്ടില്ല. ഈ മൂല്യന്മാരെ പറയുള്ളൂ. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് അനീതിക്ക് കൂട്ടുകൂടാൻ, അനീതിക്ക് സഹകരിച്ചാൽ ഭർത്താവിനും നരകാകട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ ഉമ്മാക്ക് എന്ത് കാര്യത്തിൽ സ്വർഗം കിട്ടുമോ ആ കാര്യത്തിൽ മകൻ സഹകരിച്ചാൽ, അല്ലെങ്കിൽ മക്കൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഉമ്മാക്ക് നരകം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് നരകം കിട്ടും. ഇത് കേട്ടപ്പോൾ ഒരു ഹിഫ്ദ് കഴിഞ്ഞ മൂല്യരുണ്ട്. മൂപ്പർക്ക് അത്ര പിടിച്ചില്ല. നിങ്ങൾക്ക് അത്ര പിടിക്കൂല. നിങ്ങൾക്ക് ആർക്കും അത് എത്ര പിടിച്ചോളുന്നില്ല. പക്ഷെ സത്യക്ക് സത്യം പറയാതിരിക്കാൻ വഴിയ, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതില്ല. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന്, ക്ഷമിക്ക്. കാര്യമായിട്ടുള്ളതാണ്, നിങ്ങൾ ക്ഷമിക്ക്. ഏതൊരു മനുഷ്യനും ക്ഷമിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അവനെ കൊണ്ട് കഴിയുമെങ്കിൽ ക്ഷമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 2, കഴിയാത്ത കാര്യത്തിൽ ക്ഷമിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുമില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണം. ക്ഷമയെക്കുറിച്ച് പാസീവ്, ആക്റ്റീവ്, പിന്നെ സബർ, പാസീവായിട്ടുള്ളത്, ആക്റ്റീവായിട്ടുള്ളത്, അതുപോലെ സ്പോട്ടാനിയസ് ആയിട്ടുള്ള ജീവിതത്തിൽ ആരുടെയും വിഷയങ്ങൾ കൊണ്ടല്ലാതെ വരുന്ന പിന്നെ പ്രയാസങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷമയും, മനുഷ്യന്മാരുടെ ദുലിമിലുണ്ടാകുന്ന ഇൻജസ്റ്റിസിലുണ്ടാകുന്ന ക്ഷമയും. അതുകൊണ്ട് ഇൻജസ്റ്റിസ്, അനീതി നിലനിൽക്കുവാൻ വേണ്ടി ക്ഷമിക്കുന്നത് വാസ്തവത്തിൽ ക്ഷമയല്ല, അത് അനീതിയാണ്. അനീതി നടമാടുവാൻ, അനീതിക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. അനീതി നടമാടുവാൻ വേണ്ടി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമയല്ല, അതൊരു വാല്യൂ അല്ല, അത് അനീതിയെ സപ്പോർട്ട് ചെയ്യലാണ്.
കാര്യമായിട്ട് ആൺകുട്ടികൾ ഭർത്താക്കന്മാർ അതാ ചെയ്യുക. പിന്നെ ഇത് വിഷയം വരുന്ന സമയത്ത് പള്ളിക്കല മൂല്യന്മാർ അതിൽ ഇടപെടുക. പള്ളിക്കൽ മൂല്യന്മാർ ഇടപെട്ട എല്ലാ കേസുകളും കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. കാരണം എന്താ, ഭർത്താവിൻ്റെ പ്രശ്നവും ഭാര്യയുടെ പ്രശ്നവും അവർ പഠിക്കാതെ നിങ്ങൾ ക്ഷമിക്കുക, എന്ത് 2-3 കുട്ടികളായാലും ക്ഷമിച്ചാൽ അള്ള സ്വർഗ്ഗം തരുള്ളൂ, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയും. ഇതുപോലുള്ള ഈ കഴിയാത്ത കാര്യം ക്ഷമിച്ച് നിങ്ങളടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ പ്ലീസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ, നല്ല ഒരു മർദ്ദനാണ് കൊടുക്കുക. ശരിക്കും നന്നാക്കി ഒരു പ്രഹരം കൊടുത്തേക്ക് ഈ പറഞ്ഞവരോട്. എന്നിട്ട് അവരോട് പറയാം, പ്ലീസ് ഒന്ന് ക്ഷമിക്ക്, ഇപ്പോൾ ഒന്ന് കിട്ടിയില്ലേ, ഒന്ന് ക്ഷമിക്ക്. ഇതെന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഇതിൻ്റെ ഗൗരവം നിങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ ഗൗരവം മനസ്സിലാക്കാനാണ്. ഒരു മനുഷ്യനും അവഹേളന ഏറ്റുവാങ്ങിക്കൊണ്ട്, നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട്, വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് സഹിക്കാൻ കൂടുതൽ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നൊരു കാര്യത്തിൽ നമുക്ക് ഒരു അഭിമാനകരമാകുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ, നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മളെ സെൽഫ് കോൺസെപ്റ്റ്, നമുക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്ന ഒരു വിഷയത്തിലാണ് ക്ഷമിച്ചാൽ ആ വിഷയം ആത്മാഭിമാനം വർദ്ധിക്കുന്നതാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും, ക്ഷമിക്കുകയും ചെയ്യും, നല്ലതുമാണ്. അതല്ലാതെ നമുക്കൊരു അവഹേളനതയും നിന്ദ്യതയും പരാജയവും വേദനയും സഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ക്ഷമയല്ല, അത് അനീതിക്ക് കൂട്ടുനിൽക്കലാണ് എന്ന് മനസ്സിലാക്കി. ആ അനീതിയെ എതിർക്കാൻ കഴിയുന്ന പശ്ചാത്തലം ഉണ്ടാവും, കഴിയാത്ത പശ്ചാത്തലം ഉണ്ടാവും. അതിനനുസരിച്ച് പിന്നീടാണ് അതിൻ്റെ വിധികൾ വരുന്നത്. പക്ഷെ അനീതിയെ നടക്കാൻ കഴിയാത്തതല്ല ഈ അമ്മായിയമ്മ സാധനം. അത് ഈ കെട്ടിയ പുരുഷനോ ആ പുരുഷൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന പുരുഷന്മാരോ അല്ലെങ്കിൽ അവിടെയുള്ള വിവേകമുള്ളവരോ വിചാരിച്ചാൽ ഈ അമ്മായിയമ്മയെ മര്യാദയ്ക്ക് നിർത്താൻ പറ്റും. ഈ അമ്മായിയമ്മയോട് എതിർത്ത് സംസാരിക്കലല്ല, കയർത്ത് സംസാരിക്കലല്ല, ധിക്കാരം കാണിക്കലല്ല. പക്ഷേ അവർ പറയുന്നതിന് വില പോവാത്തയിടത്തേക്ക് ആളുകൾ അവിടെ നടപ്പാക്കിയാൽ മതി. അതിന് അവിടെ അനീതി നടക്കുന്നുണ്ടോ ഇല്ലെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ ഈ അമ്മായിയമ്മയുടെ ഈ ജഹാലത്തുകൾ നടക്കാത്ത ഒരു വീട്ടിൽ അമ്മായിയമ്മ സ്വാഭാവികമായിട്ട് നിർത്തും. അത് നിർത്തിയേ പറ്റൂ, അത് നിർത്തുകയും ചെയ്യും. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും അമ്മായിമ്മക്ക്, പിന്നെ എന്ത് ചെയ്യില്ല, സ്വഭാവം കൊണ്ട് മാറ്റും. അതുകൊണ്ട് ബൗണ്ടറി വയലേഷൻ അമ്മായിമ്മ നടത്തുന്നതിന് നിങ്ങൾ സഹകരിച്ച് കൊടുത്തിട്ടാണ് ഇത് കൂടുതൽ നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ട് സബർ. പിന്നെ ഇതോ ജനറേഷൻ ഗ്യാപ്പില്ലേ, നമുക്ക് അവർ പഴയ തലമുറയിൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റും, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും, എന്തപ്പം ചെയ്യുക, നമ്മൾ സഹിക്കന്നെ. ഭർത്താവിൻ്റെ ന്യായീകരണം അല്ല ബൈ, നിന്റെ കഴിവുകൾ ന്യായീകരിക്കുകയാണ് നീ. ഏത് തലമുറയാണെങ്കിലും അനീതി നടക്കാതിരുന്നാൽ അവർ സ്വമയെ ഒതുങ്ങും. ഏത് തലമുറയായിട്ടും കാര്യമില്ല, എത്ര കൊമ്പുള്ള വല്യമ്മയായിട്ടും അമ്മായിമ്മയായിട്ടും കാര്യമില്ല, അനീതി നടക്കൂല, നടപ്പാകുന്നില്ല. നിങ്ങൾ എതിർക്കുന്ന തർക്കത്തരം പറയാനൊന്നും പാടില്ല. നടപ്പാകുന്നില്ല എന്ന് കണ്ടാൽ അവിടെ അത് ഇതാകും. പറഞ്ഞ മനസ്സില്ല. അതുപോലെ പിന്നെ എന്ത് ചെയ്യും, പിന്നെ മതത്തിൻ്റെ പേരിലാണ് പിന്നെ ഈ ഭർത്താക്കന്മാരും ഈ പള്ളിക്കലെ മൂല്യന്മാരും വന്നിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി സഹിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇത് മുഴുവനും നിങ്ങൾക്ക് രോഗമായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്യാട്രിസ്റ്റിൻ്റെയും ഇതുപോലെയുള്ള പിന്നെ ഹോസ്പിറ്റലിൽ പോയി പൈസ ആയിട്ട് കൊടുക്കണം, സമയമായിട്ടും കൊടുക്കണം. മൂലകാരണം ഇതാണ്. ഇതിൻ്റെ എണ്ണമറ്റ ധാരാളം കേസുകളുണ്ട്. ചില കുട്ടികളൊക്കെ ഞാൻ പിന്നെ റിക്കവറി ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് അറിയോ, വളരെ ഇതായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പെൺകുട്ടി 22 വയസ്സാണ്. സുബ്ഹാനക ആദിം, എനിക്ക് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഒരു പെൺകുട്ടി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചത് ആ പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു 5-6 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചക്കുള്ളിൽ ആ പെൺകുട്ടി അയച്ച മെസ്സേജ് വായിക്കാൻ കഴിയില്ല. അതിങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6, 7, 8, 10 മിനിറ്റൊക്കെ സ്ക്രോൾ ചെയ്യേണ്ടി വരും അവൾ കഴിച്ചത്. ഇത് കൂടെ വായിച്ചിട്ടില്ല, കഴിയില്ല, ശബ്ദം കേട്ടിട്ടില്ല, കഴിഞ്ഞില്ല. പക്ഷെ ആ പെൺകുട്ടി അവൾക്ക് ഷി വാണ്ട് ടു വെന്റ്, അവൾക്ക് ഇങ്ങോട്ട് പുറത്തൊരാളോട് പറയണം. ആ പെൺകുട്ടി ഇതെല്ലാം പറഞ്ഞ് ഞാൻ വിഷയം പഠിച്ചു, കൗൺസിലിംഗ് ചെയ്തു, ഹസ്ബൻഡിനും അവരോട് സംസാരിച്ചു. സാക്ഷാൽ പുള്ളി ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്. അവൾ ആ ഉമ്മ ചെയ്ത ധിക്കാരം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഈ മൈലാഞ്ചി കല്യാണം, ഒരു മനുഷ്യൻ്റെ കല്യാണം അതിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം, കല്യാണത്തിൻ്റെ രാത്രിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് അതിൻ്റെ സ്ഥാനം അറിയാലോ. അങ്ങനെ ഈ പെൺകുട്ടി മൈലാഞ്ചി കല്യാണത്തിൻ്റെ ദിവസം, അത് മൈലാഞ്ചി കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം മെഹന്തി കല്യാണം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാം കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെ ആയാലും അതിങ്ങനെ മൈലാഞ്ചി തൻ്റെ തോഴിമാർ മൈലാഞ്ചി ഇട്ടണിഞ്ഞു കൊടുത്ത പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അവൻ്റെ ഉമ്മയും പിന്നെ കുറച്ച് സ്ത്രീകളും വരും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും. അവിടെ വന്നിട്ട് ഈ മോളെ വിളിച്ചു, മോളെ ഇവിടെ വാ, മോളെ ഈ മൈലാഞ്ചി ഒരിക്കേ. മൈലാഞ്ചി ഉമ്മ അത് ഞാൻ ഇപ്പം ഇട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോൾ അത് ഊര് മോളെ, ഞാൻ ഉമ്മ പറഞ്ഞ അനുസരിക്കണ്ടേ, അത് ഊര്. ഇവിടെ മടിച്ച് അത് ഊര്, ഉമ്മ പറഞ്ഞ അനുസരിക്കണം, ഊര്. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ മൈലാഞ്ചി ഊരിച്ച
തള്ള എന്ന് പറയാനുള്ള യോഗ്യത അതിനുണ്ടാവില്ല. ഒരു വർഗ ഒരു 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 ജന്തു അവരെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് മിണ്ടുന്നില്ല. കിടപ്പറയിൽ പകല് പോലും ഇപ്പോൾ ഭർത്താവ് അവിടെ ആ റൂമിൽ പോലും പോവില്ല. ഭർത്താവ് റൂമിലുണ്ട് വിചാരിച്ചു, ആ റൂമിലേക്ക് പോകില്ല. ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് അടിച്ചു വാരിയിട്ടോ കൊട്ടി വിരിച്ചിട്ടൊക്കെ പോരും. ഭർത്താവ് ATM കാർഡ് ഭർത്താവിൻ്റെ കയ്യിൽ ഏത് കാർഡാ, വേറൊരു കാർഡ് ഇവളെ കയ്യിലുണ്ടാവും. മകനെ വിളിച്ചിട്ടാ മോനെ പൈസ അതിലേക്ക് അയക്കട്ടെ, ഇതിലേക്ക് അയക്കട്ടോ. ഭർത്താവിന് പൈസ കൊടുക്കല്ലേ, എൻ്റെ കാർഡിലേക്ക് അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാര്യ. ആ ഭാര്യയുടെ കടപ്പറ ഫെയിലാ. അവളെ പിന്നെ ഒരാളതും സഹിക്കൂല. അങ്ങനെ ഫസ്റ്റ് മൈലാഞ്ചി കല്യാണത്തിൻ്റെ അന്ന് കരയിപ്പിച്ച ഈ പെൺകുട്ടിയെ എന്തിന് മൈലാഞ്ചി വരാൻ വേണ്ടി. ഇതിൻ്റെ ആവശ്യം എന്താ? ഒരു ആവശ്യമില്ല. അവളുടെ അസൂയ നടപ്പാക്കിയത്. ഇങ്ങനെ അന്ന് തുടങ്ങിയ പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും പെണ്ണും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വണ്ടിയിൽ ഡ്രസ്സ് ചെയ്ത് വന്ന് വരുമ്പോഴേക്ക് ഉമ്മ കാറിൽ ഫ്രണ്ടിലെ സീറ്റിൽ ഇടത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഞാനും പോരുന്നുണ്ട് നിങ്ങളൊപ്പം. ഈ ആൺകുട്ടി പറയാതൊക്കെ എന്തിനാ ഉമ്മ പോരുന്നത് അറിയില്ല. ഉമ്മക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ടല്ല. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അവരൊന്ന് പുറത്തിറങ്ങിയ അങ്ങനെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തിറങ്ങണം, വണ്ടിയിൽ നിന്ന് പോകാനൊക്കെ എല്ലാവർക്കും അവരുണ്ടാവും. ഞാനൊക്കെ ചെയ്തിരുന്നു. കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഫോൺ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയത്. അതിൽ ഈ തള്ള കയറിയിരുന്നു. ഇങ്ങനെ എത്രമാത്രം ഉപദ്രവം എന്ന് വെച്ചാൽ അവസാനം ഈ ചെക്കനെ തിരിച്ചറിയാം. പക്ഷെ ചെക്കന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. കാരണം സ്പൈനൽ കോഡ് എന്നുള്ള സാധനമുണ്ട്, നെട്ടല്. അതുണ്ടായാലേ നടക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിയെ ഇതിൻ്റെ ഇവിടെ ഇളകലും കൂകലും വിളിക്കലും എന്നിട്ട് ഇവർ ജിന്നാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജിന്ന് ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ ഞാൻ തിരിച്ചെടുത്തത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ആ കുട്ടിക്ക് നല്ലൊരു ആശ്വാസം കൊടുത്തു, നല്ലൊരു വോയിസ് ഉണ്ടാക്കിയിട്ട് അവൾക്കും ഭർത്താവിനും ഒരുമിച്ച് അയച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ഉമ്മയുടെ എല്ലാ വിഷയവും ഞാൻ അറിഞ്ഞു, നീ പറഞ്ഞല്ലോ മകളിൽ നിന്ന് ഞാനത് അറിഞ്ഞു. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ കുട്ടിയുടെയൊക്കെ ഞാൻ എങ്ങനെ റിക്കവർ ചെയ്തെടുത്തത് ഞാനൊരു കാര്യം പറയട്ടെ മോനെ. നിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, അത് അന്ന് ചെയ്തത് കല്യാണത്തിൻ്റെ ഫസ്റ്റ് മെഹന്തി കല്യാണത്തിൽ നിന്ന് ചെയ്തത്, അത് പിന്നെ ഈ പെൺകുട്ടി നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എൻ്റെ മകളോ എൻ്റെ പെങ്ങളോ എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിൽ ആ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഒരൊറ്റ അടിക്ക് നിൻ്റെ ഉമ്മാൻ്റെ 28 പല്ലും മുറ്റത്ത് നിന്ന് പെറുക്കിയാണ്ടെടുക്കേണ്ടി വരും. അതാണ് ഞാനാണെങ്കിൽ അവിടെ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കൊടുത്ത ഈ കുട്ടിയോട് ഈ വോയിസ് ഒരു 3-4 തവണയാണ് കേൾക്കാൻ പറഞ്ഞു. കുട്ടി ഇരുന്നാണ് കേട്ടു. കുട്ടിക്ക് ആശ്വാസമായി. ഒരാളെങ്കിലും ആ തള്ളക്കൊന്ന് കൊടുത്തല്ലോ. തള്ളയ്ക്ക് കൊടുത്തു എന്നായി കുട്ടീൻ്റെ ഉള്ളിൽ വരുന്നത്. ആ തള്ളൻ്റെ മുഖത്തൊന്ന് കൊടുത്തല്ലോ. എന്നാ ജനങ്ങളുടെ അവഹേളിച്ച് അതേ സദസ്സിലിട്ട് തള്ളക്കൊന്ന് കൊടുത്തല്ലോ എന്ന് പറഞ്ഞത്. ഒരു 3 വർഷമായിട്ടുണ്ട്. ഞാൻ സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ചതിന് ശേഷം ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന സൈക്കോളജിയിൽ ഇതിന് ആ കുട്ടിയിലുണ്ടാകുന്ന മുറിവ് ഡീസെൻസിറ്റൈസേഷൻ വഴിയാണ് ഞാൻ റിമൂവ് ചെയ്തത്. കുട്ടിക്ക് പിന്നെ കുഴപ്പമില്ല, പിന്നെ ഇളകൊന്നും കൂവുന്നൊന്നുമില്ല. കുട്ടിയുടെ ഇതുപോലെ പിന്നെ മദേഴ്സിൻ്റെ പിന്നെ ഉണ്ടാകുന്ന ഉപദ്രവം ഞാൻ എന്ത് ചെയ്തിട്ട് ഡീസെൻസിറ്റൈസേഷൻ വഴി ശരിയായി കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ കംപ്ലൈൻറ്റ് തീർന്നു. കാരണം അനീതിക്കിരയായ കുട്ടിക്ക് നീതി കിട്ടണം. അതെന്താ ആ നീതി എന്ന് പറയുന്നത്? അവള് ആരോട് കംപ്ലൈന്റ് പറയുന്നു, ആ പറയപ്പെടുന്ന വ്യക്തി ഒരു നീതി നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനോ സമീപനോ ശബ്ദമോ ക്രിയയോ ചെയ്താൽ അവിടെ അനീതി കിട്ടി. അതുകൊണ്ടാണ് നീതിപീഠത്തിൽ പോയിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ ആ കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ വിധി വന്നാൽ ആശ്വാസമായി. അതാണ് നീതി കിട്ടുക. അല്ലാതെ മരിച്ചവന് നീതി കിട്ടുക. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇനി മരിച്ചവന് നീതി കിട്ടണം, മരിച്ച പെൺകുട്ടിക്ക് നീതി കിട്ടണം. നീതി കിട്ടിയിട്ട് പാക്ക് ചെയ്ത് കവറിൽ കൊണ്ടേ കൊടുക്കണോ? ഇല്ല. ആ മാതാപിതാക്കൾ അവർക്ക് ആ വേദനിക്കുന്ന മനസ്സുകൾക്ക് താൻ ആരുടെയോട് കംപ്ലൈന്റ് പറഞ്ഞോ, ആ പറഞ്ഞയാൾ എനിക്ക് എൻ്റെ വേദന മനസ്സിലാക്കി എനിക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്ന് മാത്രമാണ് ഇവിടെ നീതി നടപ്പാക്കുക എന്നുള്ളത്. അതുകൊണ്ട് പെൺകുട്ടികൾ തൻ്റെ ഭർത്താക്കന്മാരോട് ഈ അനീതി പറയും, വീട്ടുകാരുടെ ഉമ്മയൊക്കെ ചെയ്തത്. പക്ഷെ ഭർത്താക്കന്മാർ നീ ഒന്നും മിണ്ടാതിരുന്ന, ഉമ്മ അങ്ങല്ലേ, ഉമ്മ പഴയ ആളല്ലേ, നിനക്ക് വേറൊന്നും പറയാനല്ലേ, എനിക്ക് നിന്റെ ഉമ്മേനെ കുറ്റം പറയുന്ന പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ മതം പ്രസംഗിക്കും. അനീതിയാണ്, നീതി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം നടക്കുന്നത്. പക്ഷേ ഭർത്താവ് അവിടെ സമീപനം ശരിയാക്കി പിറ്റേ ദിവസം അവിടെ ഉമ്മ അവിടെ ഇരുന്നേമ്മ ഇവിടെ നിന്ന് എന്തെന്നല്ല ഇവിടെ ഉണ്ടായത്. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു? അപ്പോൾ അവളെന്താ പറഞ്ഞു? ഓക്കെ, അപ്പം നീ എന്തിനാ അങ്ങനെ പറഞ്ഞു?
അല്ല അപ്പം ഉമ്മ അങ്ങനെയല്ലോ, എന്തിനമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നൊരു വിചാരണ അവിടെ ഉണ്ടായാൽ ഈ പ്രശ്നമൊക്കെ തീരും. അത് പറഞ്ഞപ്പം ഒരു ആള് നോ 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 നോ, മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇയാളെ മതം പുതിയ മതം. മാതാപിതാക്കൾ എന്ത് ചെയ്താലും അവർ നമ്മളെ ജനിപ്പിച്ചവരാണ്, വളർത്തിയവരാണ്. അവർ എന്ത് ചെയ്താലും ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ സൃഷ്ടാവിനോടുള്ള അനുസരണം കേടുകൊണ്ട്, സൃഷ്ടികൾക്ക് അനുസരണം സൃഷ്ടാവിനോടുള്ള അനുസരണം കേടിലൂടെ പാടില്ല എന്നുള്ളത് അതൊന്നും ഇയാൾക്ക് അറിയില്ല, ഇത് കേട്ടിട്ടുമില്ല. പക്ഷെ ഇയാൾ പറയാം, ഇയാൾ നേരെ വെളുത്ത ഖദറിന്റെ ഷർട്ട് ഇട്ടിട്ട് പിന്നെ ഇയാളെ പാർട്ടി കോൺഗ്രസും ജനസേവനത്തിന് പോകും. വീട്ടിലെ ഉമ്മയുണ്ട്, ആ ഉമ്മയുടെ സകല ഹിതമകളും ബെഡിൽ നിന്ന് ഇറക്കാൻ പറ്റാത്തൊരു ഉമ്മയെ കഴുകലും കുഴുകലും കുളിപ്പിക്കലും കാഷ്ടം വാരലും ഒക്കെ ഇയാളുടെ ഭാര്യ ചെയ്യണം. എന്നാൽ ഇയാൾ ഒരു ദിവസം നിൽക്കൂല. എന്നാൽ ഈ ഭാര്യക്കത്, പിന്നെ ഈ ഭാര്യയെ കുറിച്ച് കുറ്റമല്ലാതെ തള്ള പറയാറുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയില്ല, ഈ കൗൺസിലിംഗ് ഈ ഫീൽഡിൽ ബ്യൂട്ടിഫുൾ ഫീൽഡാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ മർദ്ദിതക്കപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനിവിടെ അടുത്ത ചില കേസസൊക്കെ അതിനപ്പുറത്താണ് ഇത്തരം പെൺകുട്ടികളുടെ തലയിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാരണം ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, നമ്മൾ കാരണം ഒരു വിഷമം ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് ആ വീട്ടിലെ കുട്ടിയെ വളർത്തിയ കുറച്ച് വിവരദോഷിയായിട്ട് ആ ഉമ്മയും ബാപ്പയും പിന്നെ മുത്തമ്മ ഇളയമ്മ വല്യമ്മ വിവരദോഷികൾ എന്ന് പറഞ്ഞാൽ മതി. വിവരദോഷികൾ ഇവിടെ ഒരു മനുഷ്യരും ഉപദ്രവം കൊടുക്കാൻ പറ്റാതെ ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് ഉപദ്രവം ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. വേണ്ട, നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്ത് നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല പോയി പൊഴുകി തിന്നോട്ടെ. ഇസ്ലാമിലാതുള്ളത് ബൗണ്ടറി വയലേഷൻ അനുവദിക്കൂല. ബൗണ്ടറി വയലേഷൻ, നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യുവാൻ പാടില്ല മറ്റാള്. അതിനെ നമ്മൾ നോ എന്ന് പറയണം. അതിന് മറ്റയാൾക്ക് വേദനയാണെങ്കിൽ ഒഴിയുക, വല്ല വേദന ഉണ്ടെങ്കിൽ അവിടെ വല്ല കുഴമ്പോ ഓയിൻമെന്റ് ഇട്ട് ഒഴിഞ്ഞോട്ടെ. മനോവേദന ആണെങ്കിലോ അല്പം കൊണ്ട് കരഞ്ഞോട്ടെ. ഞാൻ അതല്ലെങ്കിലോ പിഴുങ്ങി തിന്നോട്ടെ. അങ്ങോട്ട് പുഴുങ്ങി തിന്നേക്കണോ നിന്റെ വേദന? ബൗണ്ടറി വയലേറ്റ് ചെയ്യാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. ഒരു കേസ് കേൾക്കണം. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും ഭാര്യയും കൂടെ നെക്സ്റ്റ് 2ാമത്തെ ദിവസം 3ാം ദിവസം പുറത്തു വരിക, ഒരു വീട്ടിലേക്ക് സൽക്കാരത്തിന് പോവുക. അപ്പോൾ ഈ മോളും പോകാനും കൂടി അവൾക്കൊരു ചുരിദാർ, അവൾ നീ ആദ്യം ഡ്രസ്സ് ഇട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ഈ ഡ്രസ്സ് ഇട്ട് നിനക്ക് തീരെ വിഷയമില്ല, അയ്യോ പറ്റില്ല, അത് കഴിച്ചിട്ട് പറ്റില്ല, അതിട്ട് പോകാൻ പറ്റില്ല. ഈ തള്ള ഹൂ ദ ഹെൽ യു ആർ, എവിടുന്ന് കയറി വന്ന തള്ളയാ നീ? ഹൂ ദ ഹെൽ, വാട്ട് ഈസ് യുവർ ബിസിനസ് ഓവർ ദർ? ഇത് ആ കുട്ടി അവൾക്ക് ഇഷ്ട ഡ്രസ്സ് അവളും കൂടി തിരഞ്ഞെടുത്ത ഡ്രസ്സിൽ ഹൂ ദ ഹെൽ യു ആർ? നിനക്ക് എന്ത് റോൾ ഉണ്ട് അവരുടെ ലൈഫിൽ? ഇല്ല, യു ആർ റോങ്. ആ തള്ളത് പറഞ്ഞു, മകള് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു തീരെ ചേരുന്നില്ലേന്. ഹൂ ദ ഹെൽ യു ആർ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അധികാരം ഉണ്ടായില്ലേ ഇടപെടാൻ? ഇഷ്ടപ്പെടണ്ട. പക്ഷെ എനിക്ക് ഈ കുട്ടിക്ക് ആശ്വാസം കിട്ടാനാണ് ആവശ്യം. ആ കുട്ടി കംപ്ലൈന്റ് പറയുന്ന കൗൺസിലർ ആ കുട്ടിക്ക് അനുകൂലമായ വിധി കൊടുത്തു എന്ന അപ്പോഴേ കുട്ടിക്ക് ആശ്വാസമുള്ളൂ. ഇതെന്റെ കൗൺസിലിംഗാ, താറാപ്പട്ടി കൗൺസിലിംഗാ. തള്ളനെ എനിക്ക് അവിടെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വീട്ടിലെ തള്ളനെ ഞാൻ ബഹുമാനിക്കൂല, ഞാൻ തന്തേനും ബഹുമാനിക്കും. ആരുടെ പ്രശ്നമാണ്? അവരുടെ പ്രശ്നം സോൾവ് ചെയ്യണം, നീതി നടപ്പാക്കണം എനിക്ക്. അതാണ് അവരെന്നോട് എൻ്റെ മുമ്പിൽ അനീതി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ജഡ്ജ് ഓവർ ദാറ്റ്. ഞാൻ എനിക്കത് റൂൾ ചെയ്യണം. അവിടെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സൂചിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ കൗൺസിലിങ്ങിൽ പല ഭാഷയുണ്ട്. കൗൺസിലിങ്ങിൽ വെറും റാപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ സുഖിപ്പിച്ചിങ്ങനെ സംസാരിക്കാനില്ല. കൗൺസിലിങ്ങിൽ ശാസനയുണ്ട്, ശക്തമായതുണ്ട്, താക്കീതുണ്ട്, പരുഷമായതുണ്ട്, പല ശൈലിയിലുണ്ട്. വളരെ ഫ്രീ ആയിട്ട്, വളരെ ഓപ്പൺ ആയിട്ടുണ്ട്. പല ശൈലിയും കൗൺസിലിങ്ങിനുണ്ടെന്ന് മനസ്സിലായിരിക്കും. യെസ്, ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും എത്തൂല അത് പറഞ്ഞു കഴിഞ്ഞാൽ. അതാ ഞാൻ പറഞ്ഞത്, എത്ര മണിക്കൂർ സംസാരിച്ചാലും തീരൂല വിഷയം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ രീതിയിൽ അനീതി ചെയ്യപ്പെടുന്ന ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒന്നാമത്തെ ഒരു പോയിന്റ്, ഈ വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക എന്ന് പറയുന്നതും അല്ല ഇൻജസ്റ്റിസിനെ, അനീതിയെ സഹിക്കുക എന്ന് പറയുന്നത്. അനീതിയെ നിങ്ങൾ അനീതിക്ക് സഹകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനീതിക്ക് സഹകരിച്ച് കൊടുക്കുക, അനീതിക്ക് നിശബ്ദത കാണിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. എന്നാൽ ഒരു നമുക്ക് പുറത്തു കൊടുക്കുക, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു മോറൽ ചോയ്സാണ്. ഇത് രണ്ടും കൂടി ഒന്നാകാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. കാരണം ഫോർഗീവ്നെസ് എന്താ? അത് ലെറ്റിംഗ് ഓഫ് ദ റിവെഞ്ച്. നമുക്ക് പ്രതികാരമില്ല, നമുക്ക് ദേഷ്യമില്ല, അതുപോലെ പിന്നെ വെറുപ്പില്ല, അതുപോലെ ഒരു ക്രൂവാലിറ്റി തിരിച്ചു തോന്നുന്നില്ല. ഇതാണ് ഫോർഗീവ്നെസ്. അതേസമയത്തോ ഒരു റോങ് ആയിട്ട സംഗതിയെ ആവർത്തിച്ച് നടക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്. നമ്മളോട് തന്നെ ഒരു സൈലൻസ്, ഞാൻ എന്നെ തന്നെ സൈലന്റ് ആക്കി, അത് തെറ്റാണ്, തിന്മയാണ്.
എനിക്കെൻ്റെ ഡിഗ്നിറ്റി എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഞാനൊരു ക്രിയേറ്റീവ് ഒരു ഡിസ്ട്രക്റ്റീവ് സിറ്റുവേഷൻ, നശീകരണക്കുന്ന സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ കൂടെ ഉണ്ടായിരിക്കുക എന്നതല്ല. അനീതി അവിടെ ഉണ്ടോ അത് എതിർക്കേണ്ടതാണ്, അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അത് ആർക്ക് അവരുടെ കഴിവിനനുസരിച്ച്. അതുകൊണ്ട് ഈ കഴിവിനനുസരിച്ച് അത് തടയണമെന്നും അത് അനുവദിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ പിന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പാവം മരുമോൾ എന്ത് ചെയ്യും? മരുമോൾ ഒന്നും ചെയ്യേണ്ട, എതിർത്ത് സംസാരിക്കേണ്ട. അനീതിയാണോ അത് അവൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനോട് റിപ്പോർട്ട് ചെയ്യും. ഭർത്താവിനോട് പറയും ദിസ് ഇസ് എ ക്ലിയർ ഇൻജസ്റ്റിസ്, സോറി ഐ കാനോട്ട് അഗ്രി വിത്ത് ഇറ്റ്. അപ്പോൾ പറയും നിന്റെ കാര്യം തീർക്കും. ദാറ്റ് മീൻസ് ഡൈവോഴ്സ് ചെയ്യും. ഡു വാട്ട് എവർ യു വാണ്ട്. ഇപ്പം കുട്ടികൾക്ക് പറ്റുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ആദ്യകാലത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മാക്കോ വാപ്പാക്കോ ഭർത്താവിന് തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് മിണ്ടൂല, അത് ഞാൻ ശരിയാക്കി എടുത്തോളാം, ഒന്നും ശരിയാവില്ല, ഒരു അവസാനം നീ ശരിയാവും. പെൺകുട്ടിയെ ഞാൻ നിന്നോട് പറഞ്ഞുതരാം. ഏത് പെൺകുട്ടി എൻ്റെ ശബ്ദം കേൾക്കുന്നതിന് ഇപ്പോൾ വിചാരിച്ചോ, നിന്റെ വീട്ടിൽ നിന്റെ ഹസ്ബൻഡിനോ നിന്റെ മക്കൾക്കോ നിന്റെ എന്തെങ്കിലും അനീതി നീ കണ്ടോ അല്ലെങ്കിൽ കുഴപ്പം, റിപ്പോർട്ട് കറക്റ്റ്ലി അന്ന് നിന്റെ മാതാപിതാക്കൾ അയ്യോ ഉമ്മക്ക് ഉപ്പക്ക് വിഷമാവില്ലേ, അവരെന്താ വയസ്സായിക്കണമെങ്കിൽ കുഴപ്പമില്ല, അവരോട് പറഞ്ഞോ. അവർക്ക് വിഷമായാലും കുഴപ്പമില്ല, അവരൊരു പരിഹാരം കാണും. അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ റിപ്പോർട്ട് ചെയ്യുക. നിനക്ക് ഈ പല പെൺകുട്ടികളെയും ഭർത്താക്കന്മാർ അടിക്കുന്നുണ്ട്. യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ഫോർ ദാറ്റ്. ഭർത്താവേ, ഞാനൊരു ഭാര്യയെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഭർത്താവ്, അവൻ ഡോക്ടറൊന്നല്ല, അവനൊരു നാടൻ, പക്ഷെ ഭാര്യ ഡോക്ടറാണ്. ഈ ഭാര്യയെ അടിക്കുന്ന പണിയാണ്. ഇവർ വന്നിട്ട് ആദ്യം എന്നോട് പറയുന്നത് എന്താ അറിയോ? പ്ലീസ് നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പറയും, കുട്ടികളുടെ മുമ്പിലിട്ട് ഇന്നെ അടിക്കരുത് എന്നൊന്ന് പറയണം. അടിച്ചോട്ടെ, കാരണം ഇയാൾ അടി നിർത്തൂല, ഇവർക്കറിയാം, ഒരു പ്രതീക്ഷയില്ല. പക്ഷെ കുട്ടികളുടെ മുമ്പിലിട്ട് അടിക്കല്ലേ, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആദ്യമായിട്ട് പറയുന്നതാണ് നിങ്ങൾ അടിക്കുന്നതിന് മുമ്പ് കുട്ടി. ഞാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്തു അറിയോ? ഭർത്താവിനെ തൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഭാര്യയെ അടിക്കുക എന്നുള്ളത് മാന്യന്മാർക്ക് യോജിച്ച പണിയല്ല. കണ്ണിൽ നോക്കിയിട്ടെങ്ങനെ പറഞ്ഞു, അത് മാന്യന്മാർക്ക് യോജിച്ച പണിയല്ല, ഒരു മാന്യന് യോജിച്ച പണിയല്ല അത് എന്ന് കണ്ണിൽ അർത്ഥവത്തായി കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു. പിന്നെ ആ മനുഷ്യർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഗൗരവം മനസ്സിലായി, ഐ ആം റിയലി ഡൂയിങ് എ ബാഡ് തിങ്. ശരിയല്ല ഞാൻ ചെയ്യുന്നത്, എനിക്കറിയാം. ഞാൻ സംരക്ഷിക്കേണ്ടുന്ന കൈകളാണ് എൻ്റെ കൈകൾ. ആ കൈകൾ ശിക്ഷിച്ചാൽ ഉണ്ടാകുന്ന വേദന എനിക്കറിയില്ല. നമ്മളെ മാതാപിതാക്കൾ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അതവരുടെ ഒരു എന്താ പറയുക, ഒരു നോർമൽ ലെവലുണ്ടാവും. അതിനപ്പുറത്തേക്ക് ശിക്ഷിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെ വികാരം മനസ്സിലാക്കാതെ ശിക്ഷിച്ചാൽ അതിലുണ്ടാകുന്ന വേദന ചില്ലറയല്ല. സംരക്ഷിക്കേണ്ടുന്ന കൈകൾ ശിക്ഷിച്ചാൽ ഭയങ്കരമായിട്ട് വേദനിക്കും. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഇഷ്ടം പോലെ 200 എക്സാമ്പിൾസ് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നതും അനീതിക്ക് കൂട്ടുനിൽക്കുന്നതും രണ്ടും രണ്ടാണ്. അത് രണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അനീതിക്ക് കൂട്ടുനിൽക്കൽ നിർത്തണം. ഭർത്താവിനോട് പറയൂ, അവൻ കേൾക്കുന്നില്ലെങ്കിൽ ആ വാപ്പയോട് ഉമ്മയോട് മാന്യമായിട്ട് പറയൂ. കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ വീട്ടുകാരോട് പറ, കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നവരോട് പറയാം. പക്ഷെ പള്ളിക്കലം അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബൗണ്ടറി വയലേഷൻ ഒന്നും അനുവദിക്കാൻ പാടില്ല. എന്താ ബൗണ്ടറി വയലേഷൻ, എതുവരെയാണ്, എന്താണ് ബൗണ്ടറി, ഇതൊക്കെ കുറച്ച് വിശദീകരിക്കാനാണ് എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തോ, ഞാൻ പഠിപ്പിച്ചു തരാം. 2, ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അനീതിക്ക് കൂട്ടുനിൽക്കുക എന്നത് വേറൊന്ന്, പിന്നെ നമ്മൾ എന്താ പറയുക ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊന്നാണ്. രണ്ടാമത്തതാണ് എന്ത് ചെയ്യുന്നത്, ക്ഷമ. കാര്യമായിട്ടുള്ളതാണ് ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം. അത് നമുക്ക് നമ്മുടെ ആത്മീയ മൂല്യം കൂട്ടുന്ന സാധനമാണ്. അതുള്ള ആത്മീയ മൂല്യം കളയുന്നതല്ല. ആത്മീയ സെൽഫ് കൺട്രോൾ കൂട്ടുന്നതാണ്, എമോഷണൽ റെഗുലേഷൻ കൂട്ടുന്നതാണ്. നമുക്ക് ബുദ്ധിപരമായി ഇമ്പൾസ് ഇല്ലാതെ, അത് വൈകാരികതയില്ലാതെ നമുക്ക് പ്രവർത്തിക്കുവാൻ നമ്മളെ ശക്തമാക്കുന്നതാണ് ക്ഷമ. പക്ഷെ അതേ സമയത്ത് അബ്യൂസ്, നമ്മളെ ദുരുപയോഗം ചെയ്യുന്നത് സ്വീകരിക്കുക എന്നത് ക്ഷമയല്ല. അത്തരം നമ്മളെ അനീതി നടപ്പാക്കുന്നതിനെ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളത് ക്ഷമയല്ല, സുബറല്ല. അതൊക്കെ നോൺസെൻസാണ്. നമ്മളെ വ്യക്തിത്വം കളഞ്ഞു കുടിക്കുന്നതാണ് അത്തരക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത്, അനീതിക്ക് വിധേയമായ ആളുകൾ, ആ അനീതിക്ക് വിധേയമായ ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു നെഗറ്റീവ് സ്പേസ് ഉണ്ടാകും. അവിടെയാണ് ശാസ്ത്രത്തിൽ ചിഹ്നവാദി ചെയ്താൽ വരുന്നത്. അപ്പോൾ ഇത് 2 ബൗണ്ടറിയാണ്. പക്ഷേ ഇതിങ്ങനെ അനീതി ആയാൽ, ഇതിങ്ങോട്ടും അനീതി ചെയ്താൽ ഇതിനിടയിൽ സ്പേസ് ഉണ്ടല്ലോ.
അവിടെയാണ് വാസ്തവത്തിൽ അത് കൂടുതലുള്ളവർക്കാണ് ശൈത്താൻ ബാധയും സിഹറും കണ്ണീറും ഒക്കെ കൂടുതൽ കൊള്ളുക. അപ്പോൾ അനീതിക്കിരയായ ബൗണ്ടറി വയലേഷന് വിധേയമായവരിൽ കൂടുതൽ കംപ്ലൈൻസുകൾ കാണും. അതുപോലെ എമോഷണൽ നമ്പനെസ്, എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല എന്നൊരവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് നശിപ്പിക്കുന്നതും നേരെ മറിച്ച് ക്ഷമിക്കുക എന്നുള്ളത് ഒരാൾക്ക് ശക്തി നൽകുന്നതുമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അഭിമാനകരമാകുന്ന കാര്യത്തിൽ, നമുക്ക് ഊർജം കിട്ടുന്ന കാര്യത്തിൽ ആ ക്ഷമ അതായിരിക്കണം. അതാണ് ക്ഷമ, മനസ്സിലാണല്ലോ. അതുപോലെ പിന്നെ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഇന്നല്ലാഹു മഅ സാബിരീൻ. ക്ഷമിക്കുന്നവർ. പിന്നെ കൊണ്ടുവരെ അവിടുത്തെ ഉദാഹരണം ഫിർഔൻ എന്ന ഭർത്താവിനെ സഹിച്ചു നിന്നിലെ ആസിയ ബീവി. പിന്നെ മറ്റുള്ള ആളുകൾ ബിലാലിന് അത്ര ഉപദ്രവം ഉണ്ടായില്ലേ, അലി റളിയല്ലാഹു അടി കിട്ടിയപ്പോൾ തിരിച്ചു പറയാതിരുന്ന സന്ദർഭം ഉണ്ടായില്ലേ. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയോ? അള്ളാഹ് ആരുടെ കൂടെ ഉണ്ടാകും? അള്ളാഹ് ദേഷ്യം ഒഴിവാക്കുന്ന, റിവഞ്ച് ഒഴിവാക്കുന്ന, പ്രതികാരം ഒഴിവാക്കുന്ന, വെറുപ്പ് ഒഴിവാക്കുന്ന, ഇങ്ങോട്ട് ചെയ്ത ആളുകൾക്കോട് അങ്ങോട്ടുള്ള പ്രതികരണത്തിൽ നെഗറ്റിവിറ്റി എടുക്കാത്ത ആള്, അതാണ്. പക്ഷെ ഈ അനീതിയെ ഇങ്ങനെ സഹിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത് അത്രക്കാരപ്പ അല്ല. അല്ല. പിന്നെ ഇതിൽ വരുന്ന എന്താണ്? അത്രക്കാരപ്പല്ലെങ്കിൽ ഇതിന് മോചനാവില്ലേതാ. പക്ഷെ അതുകൊണ്ട് നമ്മൾ സഹിക്കേണ്ടി വരും. പിന്നെ അതിൽ വരുന്നത് എന്താ? ഇതിന്റെ അർത്ഥാവുന്ന എന്താണ്? ഇത് ഈ അവരൊപ്പാണ് അള്ളാഹ്. ഇവന്റെ ഒപ്പം അല്ലല്ലെങ്കിൽ അവൻ്റെ ഒപ്പാണ്. ഇപ്പൊ ഈ ഒപ്രഷൻ, നമ്മൾ അനീതി നടപ്പാക്കുന്നത്, നമ്മൾ അതിനെതിരെ ശബ്ദിച്ചാൽ നമ്മളൊപ്പം ഇല്ലെങ്കിൽ പിന്നെ ആരൊപ്പം ഉണ്ടാകുക? ഈ അനീതി നടപ്പിലാക്കുന്നവരൊപ്പല്ലേ? അതല്ല മക്കളെ ഫൂളിഷ്നസ്. അനീതി എന്നിൽ നടപ്പാക്കുമ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചാൽ അപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല, എൻ്റെ ഒപ്പം ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ഒപ്പം ആരൊപ്പം ഉണ്ടാകുക? ഈ അനീതി നടക്കണ ഒപ്പം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഫൂളിഷ്നെസ് ആയിട്ടുള്ള വിശദീകരണമാണ്. നമ്മളൊപ്പം ഉണ്ടാവും, നമ്മളൊപ്പം ഉണ്ടാവും. അത് സബറിന്റെ ചെയ്യുന്ന ഇന്നല്ലാഹു മഅ സാബിരീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ അവലംബിക്കുന്നു. അതുകൊണ്ട് ക്ഷമ അവലംബിക്കുന്നവർക്ക് ഒരു മർദ്ദനം, ദുൽമുണ്ടായാൽ എന്താണ് ഇസ്ലാമിലെ അതിൻ്റെ വിധിയെ? അതിൽ നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷെ കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ നിങ്ങൾ അയാളെ കൊണ്ട് ക്ഷമിക്കുവാൻ നിർബന്ധിക്കുക ഒരാൾക്കും അവകാശമല്ല. അയാളെ കൊണ്ട് കഴിയാത്തൊരു സാധനം ക്ഷമിക്കുക പറയാനോ നിർബന്ധിക്കുവാനോ ഒരാൾക്കും അവകാശം അല്ല കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത് മർദ്ദിതയായപ്പെട്ട വ്യക്തിക്ക് ക്ഷമിക്കുവാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം നീതി തേടണം, അത് നിർത്തലാക്കണം. അതിനാരെ? ന്യായാധിപന്മാരെ. കോടതി പട്ടാളം നോക്കിക്കോണമെന്നില്ല. എൻ്റെ സങ്കടം കേൾക്കുന്ന ഒരു വ്യക്തി, അതാണ് ന്യായാധിപൻ. അവനെ സമീപിക്കണം. അവനെ സമീപിക്കാൻ കഴിയുന്നില്ല, ആരും കേൾക്കാനില്ല, ആരും കേട്ടവരാരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ പിന്നെ അവിടെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോഴാണ് മദ്ലൂമിൻ്റെ പ്രാർത്ഥന, മർദ്ദിതൻ്റെ പ്രാർത്ഥന. അത് പ്രാർത്ഥിച്ചോ. അവൻ മദ്ലൂമാണെങ്കിൽ അത് കൊണ്ടത് തന്നെ ഒരമ്മമാർക്ക് എത്ര ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ സഹിച്ച തിരിച്ചു കിട്ടിയ അമ്മമാരെ എനിക്കറിയാം. ഒരു കേസിൽ മകൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച് അവര് തമ്മിൽ പിരിയാൻ താല്പര്യമില്ല, ഭാര്യയ്ക്ക് ഭർത്താവ്. പക്ഷെ ഈ തള്ള നിർബന്ധിച്ച് പിരിച്ചു കളഞ്ഞിട്ട് അവനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചു. അതിൽ വന്നത് സാക്ഷാൽ ഒരു മൂർഖനായിരുന്നു ആ പെണ്ണ്. ഈ അമ്മായിയമ്മയെ വരച്ച വരയിൽ നിർത്തുന്നു മാത്രമല്ല, വാർദ്ധക്യ സമയത്ത് അമ്മായിയമ്മയെ വേണ്ട രീതിയിൽ നോക്കിയില്ല. ആ സ്ത്രീ കഴിയുന്നതും നോക്കിയില്ല, അവൾക്ക് ബാധ്യതയൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒന്നൊരർത്ഥം നോക്കിയില്ല. അമ്മായിയമ്മക്ക് പണി നല്ല തിരിച്ചു കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മായിയമ്മ, എൻ്റെ ആ മോളുണ്ടല്ലോ, ഞാനാണ് അവളെ ഒഴിവാക്കാൻ പറഞ്ഞത്. എനിക്ക് അവളെ ഒന്ന് കൊണ്ടുപോയി മരിക്കടിന് മുമ്പ് അവളോടൊന്ന് കാണണം, അവളോടൊന്ന് പറയാനുണ്ട്. ഞാൻ അവളോട് ചെയ്ത തെറ്റെനിക്കൊന്ന് പൊരുത്തപ്പെടാൻ പറയാൻ, ഒന്ന് വരാൻ പറ. അങ്ങനെ ഈ മോള് നോക്കണം. അറിഞ്ഞു ആ അമ്മായിയമ്മ എത്ര ഉപദ്രവിച്ചാലും ആ മോള് വിവരം അറിഞ്ഞ് ആ മോള് ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് അവിടെ ചെന്നപ്പോഴേക്ക് തള്ളയുടെ കാറ്റ് പോയി. അവിടെ മോളെത്തി, അപ്പോഴേക്ക് ആളുകൾ കൂടിയിട്ടുണ്ട്. കാറ്റ് പോയി, തള്ളയുടെ കാറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഒരു ജനറൽ റൂള്, ആരെ നിങ്ങൾ ഉപദ്രവിച്ചാലും, മറ്റു സഹജീവികളെ നിങ്ങൾ അന്യായമായി ഉപദ്രവിച്ചാൽ, എന്താ അന്യായമായി എന്ന് എടുത്തു പറയാം, ന്യായമായി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ന്യായമായി ചിലപ്പോൾ വാക്കുകൊണ്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഊക്കുകൊണ്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പം ലീഗലി കൊടുക്കേണ്ടി വരും, ചിലപ്പം നല്ല ഡയലോഗ് കൊടുക്കേണ്ടി വരും, ഒക്കെ കൊടുക്കേണ്ടി വരും. അന്യായമായി മറ്റൊരാളെ ഉപദ്രവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം സഹിച്ചിട്ടേ ഇവിടുന്ന് പോകൂ.
അപ്പോഴും തീരൊന്നുമില്ല, ഇവിടുന്ന് സഹിക്കേണ്ടി വരും. ഇവിടുന്ന് ശരിക്കും ഞാൻ ഇന്നവരോട് ചെയ്ത അനീതിയാണ്, പരമായിട്ടാണ് ഞാൻ ഇപ്പോൾ സഹിക്കുന്നത് എന്ന് ഇവന് തോന്നുന്ന ഒരു അന്തരീക്ഷം അവൻ്റെ ജീവിതത്തിൽ വരും. അത് അമ്മായിമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളെ ഫ്രസ്ട്രേഷൻ നടപ്പിലാക്കാൻ, നിങ്ങളെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള വസ്തുക്കളല്ല ഈ കയറി വരുന്ന പിഞ്ചു മക്കൾ. അവർ പഠിച്ച കുട്ടികളും വിദ്യാഭ്യാസ കുട്ടികളും നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവരെ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് കരഞ്ഞവരാണ് ഇവർ. കാരണം എന്താ, ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് ഞാൻ എന്നെ പറിച്ചു നടുകയാണെന്ന വേദനയിൽ അവർ അത് വിഷമത്തിൻ്റെ വേദനയിൽ, സന്തോഷത്തിൻ്റെ വേദനയിൽ കരഞ്ഞവരാണ്. അതുകൊണ്ടാണ് പെൺകുട്ടി കരയുന്നത്. അങ്ങനെ വന്നൊരു മോളെ അവിടെ നിന്ന് വളർത്തിയെടുക്കാൻ കഴിയില്ല. പിന്നെ ഹൂ ദ ഹെൽ യു ആർ? പിന്നെ നീ ഏത് തള്ളയിട്ട് എന്താണ് കാര്യം? നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? നീ എത്ര വലിയ നിസ്കാരക്കുപ്പായത്തിൽ തന്നെ നടന്നിട്ട് എന്താണ് കാര്യം? വേസ്റ്റ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ അല്ല, അപ്പൊ വരുന്ന പെൺകുട്ടികളൊക്കെ നല്ല കംപ്ലൈന്റ് ഇല്ലാത്ത അല്ല, അവർക്ക് അവരുടേതായ ചാബല്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു 60 വയസ്സായ 40-45 ആയ തള്ളയുടെ അത്രയും ദുഷ്ടബുദ്ധി ഒരു 18 വയസ്സായ പെൺകുട്ടിയിലില്ല. ആ 17 വയസ്സിൽ അവൾ പഠിച്ചെടുത്ത ദുഷ്ടബുദ്ധി ഉണ്ടാവുള്ളൂ അവളിൽ. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മനസ്സിലാക്ക്. നിങ്ങളെ വീട്ടിലേക്ക് ഒരു മകളെപ്പോലെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അവൾ കയറി വരുന്നത് നിങ്ങൾക്ക് അവളെ നന്നാക്കിയെടുക്കാനുള്ളതാണ്. ആ നന്നാക്കൽ നിങ്ങൾ കൂടുതൽ ഉപദ്രവമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ വൃത്തികേടാകും. നന്നാക്കിയെടുക്കാനുള്ളതാണത്. എനിവേ, പറഞ്ഞു വരുന്നത് ഈ അലി റളിയല്ലാഹുവിൻ്റെയും ഈ ഫിർഔന്റെ കഥയും ബിലാൽ റളിയല്ലാഹു സഹിച്ചില്ലേ, അപ്പോൾ ഉപദ്രവം ഉണ്ടാകുമ്പോൾ സഹിക്കലല്ലേ എന്നാ. അതുപോലെ ആസിയ ബീവിയെ ഉപദ്രവിച്ചില്ലേ, അപ്പോൾ സഹിച്ചില്ലേ. എടോ, ഒരു മദ്ലൂമിന്റെ രാഷ്ട്രത്തിൽ, മദ്ലൂമിന്റെ സെറ്റപ്പിൽ അവിടുത്തെ ഭരണാധികാരി അവിടെ ഫിറഔന്റെ ഭാര്യക്കായിട്ടുള്ള വർത്തനൊന്നുമല്ല, അവിടെ ഗാർഹിക പീഡനമല്ല ഉണ്ടായത്. അവിടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മതപരമായ പീഡനം ഉണ്ടായത്. അപ്പോൾ ഒരു മർദ്ദിതനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ന്യായീകരിക്കാൻ ഹൂ ദ ഫൂൾ യു ആർ? എവിടുന്നാണോ നിങ്ങൾ മതം പഠിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്നിടത്ത് പഠിച്ചതൊക്കെ ഉണ്ടാവും. മൊല്ലാക്കാൻ്റെ അടുത്ത് തലക്ക് വടിയുള്ള ഭൗതിക വിദ്യാഭ്യാസമല്ല, ദുനിയാവ് എന്താണെന്ന് അറിയുന്ന, മനുഷ്യൻ്റെ പൾസ് എന്താണെന്ന് അറിയുന്നവരിൽ നിന്ന് മതം പഠിക്കും. അപ്പോൾ കിട്ടും. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചവരെ ഉപദ്രവിച്ച കാലത്ത് ബിലാലിനെ ഉപദ്രവിച്ചു. അതുപോലെ ധിക്കാരിയായ ഫിർഔൻ മുസ്ലിങ്ങളായിട്ട് ജനിക്കുന്ന മുസ്ലിം കുടുംബത്തിലെ അല്ലെങ്കിൽ അവിടെയുള്ള ബനി ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും കൊല്ലുന്ന സമയത്ത് ആ ധിക്കാരി അയാളുടെ മതപരമായ ധിക്കാരം നടപ്പാക്കിയെടുത്ത്. അതല്ല നിങ്ങൾ ഉദാഹരണം എടുക്കുക. നിങ്ങളെ വീട്ടിലേക്ക് നല്ല മുസ്ലിമത്തായി കയറി വന്ന പെൺകുട്ടിയെ ഒതുക്കി നിങ്ങൾക്ക് ഞെരുക്കാനുള്ള തെളിവതല്ല. ഇതൊന്നും നിങ്ങൾക്ക് തെളിവല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് അനീതി പെൺകുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വഴക്കടിക്കാനോ കച്ചറക്കോ പോണ്ട. നിങ്ങളെ കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത കാര്യം ചെയ്യരുത്. നിങ്ങളൊരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടം വേണ്ട, നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് ആണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചോ. അവിടെ ഹസ്ബൻഡിന്റെ ബാപ്പാന്റെ ഇഷ്ടം നോക്കണ്ട, ഹസ്ബൻഡിന്റെ ഉമ്മാന്റെ ഇഷ്ടം നോക്കണ്ട. ഹസ്ബൻഡിന്റെ ബാപ്പാന്റെ വല്യാപ്പാന്റെ വല്യാപ്പയോ ഈ അമ്മായിയമ്മയുടെ വല്യമ്മാന്റെ വാപ്പാന്റെ വല്യപ്പൻ, ഏറ്റവും വലിയ വല്യമാരാ വാപ്പ ആദം നബി അല്ലേ, ഏറ്റവും വലിയ വല്യമാരാ അവര്, അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ട. ഇവിടെ അത് നിങ്ങളെ ബൗണ്ടറിയാണ്. നീയും നിന്റെ ഹസ്ബൻഡും നിങ്ങളെ ബൗണ്ടറിയാണ്. അതിനകത്ത് ഒരു വല്യമ്മക്ക് ഒരു അമ്മയമ്മക്ക് ഒരു റോളില്ല. അതുകൊണ്ട് ഡോണ്ട് ഡു ദാറ്റ്. അനുസരിക്കരുത്. അവർ പറയുകയാണെങ്കിൽ സോറി ദിസ് മൈ ഡ്രസ്. ഭർത്താവ് പറയുകയാണെങ്കിൽ നിന്റെ ഉമ്മാനെ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ടയാക്കണോ. ഹാവ് ദ കറേജ് ടു ഫേസ് ദ ട്രൂത്ത്. നിങ്ങൾ ഈ മർദ്ദനത്തിന് ഇരയായി കൊടുക്കുന്ന പാസീവായി കൊടുക്കുന്നതിന് നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. തെറിയൊന്നും പറയണ്ട, മാന്യമായിട്ട് സംസാരിച്ചേക്ക്. കൊണ്ടാക്കിക്കോട്ടെ, അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് നോക്കണം. പക്ഷെ അതിന് നിങ്ങൾ വഴി വെച്ചുകൊണ്ടിരുത്താൻ. ഇപ്പോൾ ഇതിൽ വന്ന് അണിഞ്ഞൊരുങ്ങുവാൻ ഭർത്താവ് നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങുന്ന ഒരു സ്ത്രീക്ക് അണിഞ്ഞൊരുങ്ങാം. പുറത്തു പോകുമ്പോൾ അവൾക്ക് ആ സമൂഹത്തിലുള്ള മാന്യമായൊരു വസ്ത്രം അവൾക്ക് ധരിക്കാം. ആ സമൂഹത്തിലുള്ള മാന്യമായൊരു വസ്ത്രം, അതിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം നിക്കാവിട്ടിട്ടോ അതിൻ്റെ മേലെ പിന്നെ മാറിയിട്ടിട്ടൊക്കെ നടന്നോ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സിൽ നിങ്ങളുടെ മതപരമായ അറിവും നിങ്ങളുടെ സാമൂഹികമായ സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമ്മൾ ഡ്രസ് കോഡ് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല.
എനിക്കാവാം എൻ്റെ ഡ്രസ് കോഡ് എൻ്റെ വൈഫ് തിരഞ്ഞെടുക്കുന്ന, ടു ബി ഫ്രാങ്ക്. എൻ്റെ വൈഫിന് പലപ്പോഴും എൻ്റെ വൈഫിൻ്റെ ഓപ്ഷൻസ് ഞാൻ അതുപോലെ എടുക്കാനില്ല. എനിക്ക് കംഫർട്ട് ആയതിൽ ഞാൻ എന്ത് ചെയ്യും, അവളുടെ കംഫർട്ട് കൂടെ നോക്കിയിട്ട് അത് കളറായിക്കോട്ടെ, ഷർട്ടിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഇതൊക്കെ. വൈ? ബിക്കോസ് ഞാൻ ആ ഫ്രീഡം കൊടുത്ത് ഐ എം എൻജോയിങ് ഇറ്റ് ഓഫ് കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ഒരു ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് എടുക്കാറേ ഇല്ല. അത് വൈഫിന് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പിന്നെ ഞാനും കൂടി ഇഷ്ടപ്പെട്ടാലേ അവിടെ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാനത് ഫോഴ്സ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രം എടുത്താൽ മതി. അത് മക്കളടക്കം, മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സിനോട് ചോദിച്ചിട്ട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് എനിക്ക് കൂടി ഇഷ്ടമായെങ്കിലേ അവരെ എടുക്കാറുള്ളൂ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ഇതൊന്നും ബൗണ്ടറി വേരിയേഷൻ അല്ല. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഉൾക്കൊള്ളുക, പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളത്. അവൻ പറഞ്ഞു വരുന്ന സഹോദരന്മാരെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കും. മണിക്കൂറുകൾ 5, 8, 10 മണിക്കൂർ സംസാരിക്കാൻ നമുക്കുണ്ട്. അപ്പോൾ സബർ എന്ന് പറഞ്ഞ സംഗതി അനീതിക്ക് കൂട്ടുനിൽക്കലല്ല, അനീതിക്ക് നിശബ്ദത പാലിക്കലല്ല. അതുകൊണ്ട് ഈ ഉമ്മമാർക്ക്, ഈ അമ്മായിയമ്മ, അമ്മായപ്പൻ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പരിധി ഉണ്ടാവും. കാരണം അവർ അങ്ങനെ ഒരു പ്രത്യേക സെറ്റപ്പിലായിട്ടുണ്ട് എന്ന് വരിച്ച് അവരോട് എതിർക്കണ്ട, തകർക്കണ്ട. നിങ്ങളിൽ അനീതി നടപ്പാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നടപ്പാക്കണ്ട. കഴിഞ്ഞില്ല കാര്യം, നടപ്പാക്കണ്ട, അത് മാത്രം മതി. അതുകൊണ്ട് ഇത് ഇന്നതാണ്, ഇതിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ല, നിങ്ങൾ അനീതിയാണ് പറയുന്നത്, അത് ശരിയല്ല, അതെൻ്റെ വ്യക്തിത്വത്തെ തകർക്കലാണ്, അത് എൻ്റെ സ്പേസിൽ നിങ്ങൾ കയ്യേറാണ് എന്ന് ഒരു തവണ പറഞ്ഞേക്ക്. പിന്നീട് അവർ ആ പറയുന്നതിനെ നിങ്ങൾ അനുസരിക്കാൻ നിൽക്കേണ്ട. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒരാളെയും ഇതാക്കണ്ട. അതിന് നമുക്ക് മതപരമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് അപ്പോൾ മാന്യമായിട്ട് നിങ്ങൾ ഇതിനെ നടപ്പാക്കാൻ നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ മാത്രം മതി. ഇനി ഇതിൽ വരുന്ന ഒരു ഭർത്താവ് വരെ കൂടിയാണ്. ഭർത്താവിൻ്റെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന, ക്ഷമിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ശ്രമിച്ചു കൊടുത്തേക്ക്. സഹിക്കാൻ കഴിയാത്തത്, ക്ഷമിക്കാൻ കഴിയാത്തത് നിങ്ങൾ ചെയ്യരുത്. അതിന് വരുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾ എന്താണോ അവരെടുക്കുന്നത് നോക്ക്. എന്തെടുത്തു കഴിഞ്ഞാലും അവിടെയാണ് ഇന്നല്ലാഹു മഅ സാബിരീൻ എന്ന് പറയാം. അപ്പോൾ അല്ലാഹ് നിങ്ങളെ കൂടെ ഉണ്ടാകുക. അതായത് അനീതിക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതല്ല ക്ഷമ. അനീതിക്ക് എതിരെ ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് ടൈം, അതാണ് ക്ഷമ. ക്ഷമയുടെ നിർവചനം ഞാൻ പണ്ടേ പറയാറുണ്ട്. ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് ടൈം, കൃത്യമായ സമയത്ത് കൃത്യമായത് ചെയ്യുക എന്നതാണ് ക്ഷമ. അതുകൊണ്ട് അനീതി അവൻ നടപ്പാക്കുമ്പോൾ സഹകരിക്കാതെ, യു കാനോട്ട്. അതിനടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല, നിങ്ങളെ പേടിക്കണ്ട, എടുത്തു കഴിഞ്ഞാൽ അവൻ ജനങ്ങളുടെ മുമ്പിൽ ചെന്നാൽ, അത് അറിവുള്ള മതപണ്ഡിതന്മാരെത്തി എന്നാൽ, മുല്ലാക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഈ മേരിയന്മാരുണ്ടല്ലോ അറബിക് കോളേജിൽ, അവരുടെ കാര്യമല്ല, പള്ളിക്കമ്മിറ്റി ഇതിൽ ഇടപെടും. ഇപ്പം നാളെ കുത്തുപേര് ഒരു ചങ്ങായി പറയാം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് പള്ളിക്കമ്മിറ്റി അറിയാം. അല്ല, നിങ്ങൾ ആദ്യം അറിയാൻ എന്തൊരു ചെയ്യാനാണോ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ തമാശ പറയാറുണ്ട്. ഈ പള്ളിക്കമ്മിറ്റിൻ്റെ ആളുകൾ, നമ്മളെ നാട്ടിലെ പള്ളിക്കമ്മിറ്റിൻ്റെ ആളുകളുടെ ഒരു അവസ്ഥ, ആ നാട്ടിൽ ചെറുപ്പത്തിൽ ഏറ്റവും വൃത്തിയിട്ട് നടന്നിരുന്ന, പറഞ്ഞ വാക്ക് വെച്ചാൽ ചെറുപ്പത്തിൽ മൂത്രമൊഴിച്ചാൽ കഴുകാത്ത ഒരുത്തൻ വലുതായി അവൻ റാഡോ വാച്ച് കെട്ടുകയോ ലെതർ ചെരുപ്പിടുകയോ ഇന്നോവ കാറിൽ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അവനായിരിക്കും. പിന്നെ ഇതാണ് ഈ പള്ളി കമ്മിറ്റി, ഇവരിടപെടും. മനസ്സിലല്ലേ? പിന്നെ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ അറിവുള്ള പണ്ഡിതന്മാരോ നിയമോ നിങ്ങളെ തടയൂല, നിങ്ങളെ കൂടെ നിൽക്കും. അതാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ബൗണ്ടറി വയലേഷൻ നടക്കുന്നത്? ബിക്കോസ് വി ആർ ലെറ്റിങ് ഇറ്റ്. എൻ്റെ ലൈഫ് കോച്ചിങ്ങിൻ്റെ സിലബസാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റെഫ്യൂസിങ് മിസ്ട്രീറ്റ്മെൻറ്റ്, നമ്മളോടുണ്ടാകുന്ന മിസ്ട്രീറ്റ്മെൻറ്റ് നമ്മൾ റെഫ്യൂസ് ചെയ്യണം. റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം തർക്കത്തരം പറയേണ്ട, തെറി പറയേണ്ട, പക്ഷെ അത് നടപ്പാക്കാതിരുന്നാൽ മതി. റെഫ്യൂസിങ് മിസ്ട്രീറ്റ്മെൻറ്റ് അത് സിലബസിൻ്റെ പ്രത്യേക ഭാഗമാണ്. യെസ്. അപ്പോൾ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പല ആളുകൾക്ക് നമ്മളെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ ഭാര്യ കേട്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിക്കണ്ടാവും. അല്ല, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ കൊണ്ട് കേൾപ്പിക്കണോ നിങ്ങളെ ഭാര്യയെ? അവൾക്ക് അവളുടെ റിയൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവട്ടെ. അവൾക്ക് ഇനിയിപ്പോൾ ഈ ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കാനുള്ള ബാധ്യത, പിന്നെ ഇത് പറഞ്ഞിടത്തൊക്കെ ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഒരു ഭാര്യയുടെ
ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിലും എൻ്റെ ഭാര്യൻ്റെ മുമ്പിലും ഒക്കെ തുറക്കെ പറയാണ്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് പേഷ്യൻസിനോട് ചിലപ്പോൾ പറയാറുള്ളത്. ഞാൻ തുറന്ന് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളെ നിങ്ങളെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം എൻ്റെ വൈഫിനില്ല. പക്ഷെ നോക്കുന്ന അവളല്ലേ? യെസ്. പിന്നെ അവൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം എനിക്കും എൻ്റെ അനിയന്മാരോ സിസ്റ്റേഴ്സിനോ അവർക്കാണ്. ഞങ്ങളത് ചെയ്യുന്നു. അതേ സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയെ ഞാൻ നോക്കുന്നു. അത് സംതിങ് സൂപ്പർഓഗറേറ്ററി. അത് എന്നിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ കർമ്മമാണ്, ഒരു വലിയ സംഗതി, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബൗണ്ടറി രണ്ടുപേർക്ക് പറഞ്ഞു കൊടുത്താൽ ഈ എൻ്റെ വൈഫ് ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങളുടെ വില എൻ്റെ ഉമ്മാക്ക് മനസ്സിലാകും. എൻ്റെ ഉമ്മ എൻ്റെ ബാധ്യത ഇല്ലെങ്കിലും എൻ്റെ മരുമകൾ എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നിട്ടുള്ള ഒരു കടപ്പാടും അവിടെ വരും. മനസ്സിലല്ലേ? ഇതാണ് സാധാരണഗതിയിൽ ഈ ബൗണ്ടറി നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പുരുഷന്മാർ നമ്മൾ ചെയ്യേണ്ട ബൗണ്ടറി ക്ലിയർ ആക്കി കൊടുക്കണം. എന്നിട്ട് ഭാര്യ യെസ് പറയണം, ഞാൻ നോക്കും. ആ ബൗണ്ടറികൾ ക്ലിയർ ആക്കി കൊടുത്തു നോക്കാം, അവള് നോക്കും. ഈ പുതിയ കുട്ടികൾ അത്ര ദുഷ്ടല്ല. നിങ്ങൾ അതാണ് നമ്മളെ ഈ മൊല്ലാക്കന്മാരെ പ്രസംഗത്തിൽ എന്താ പറയുക, പുതിയ തലമുറ വഴി തെറ്റിയതാണ്, പുതിയ തലമുറ ദുഷ്ടന്മാരാണ്, പുതിയ തലമുറ എല്ലാ രീതിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, എന്താ പറയുക, ചീത്ത ആറ്റിറ്റ്യൂഡൊക്കെ പുതിയ തലമുറയിലാണ് വരുന്നത്. അല്ല, പുതിയ തലമുറയിലൊക്കെ നടപ്പാക്കുന്നത് പ്രോപ്പർ പാരന്റിങ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, 45 വയസ്സായ തള്ളയും ഈ 18-19 വയസ്സായി കയറി വന്ന മോളിൽ, ഇത് ആരുടെ ഉള്ളിലാടാ തിന്മ കൂടുതലുള്ളത്? പറയാടാ. ഈ 45 വയസ്സായ തള്ളയിലാണോ, ഈ 18 വയസ്സായ പൊന്നു മോളിലാണോ? 45 ഇതിൽ ആരുടെ ഉള്ളിലാണ് തിന്മ കൂടുതലുള്ളത്? ആരുടെ ഉള്ളിലാണ് വിഷമം, ദുഃഖവും, പേടി, സങ്കടം ഉള്ളത്? ഇവളിലായിരിക്കും, തള്ളയിലായിരിക്കും. ആ ഫ്രസ്ട്രേഷൻസ് ഒക്കെ കൂടെ ഈ മോളെ മേല് നടപ്പാക്കുക. ഞാൻ പറയാറുണ്ടല്ലോ, ചില ആളുകൾ മക്കളെ പഠിപ്പിക്കും. എന്നെ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്കന്ന് അവസരമുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കട്ടെ. എല്ലാം സുന്ദരമായ വാക്കാന്ന് വിചാരം. അല്ല, സ്റ്റുപ്പിഡിറ്റി. നിനക്ക് പഠിക്കാൻ കഴിയാത്തത് മക്കളിലല്ല നടപ്പാക്കൽ. പോയി പഠിക്കടാ. നിനക്കിപ്പോൾ എന്താ പണി? നിനക്ക് പോയി പഠിക്ക്. കോഴ്സും കോളേജൊന്നും വേണ്ട, അറിവ് പഠിക്ക്. വലിയ ആളുകൾ അങ്ങനെ തന്നെ പഠിച്ചത്. വലിയ ആളുകൾ അങ്ങനെ തന്നെ പഠിച്ചത്. യെസ്. അതുകൊണ്ട് നിന്റെ ഫ്രസ്ട്രേഷൻ, നിന്റെ നടക്കാത്ത ആഗ്രഹം ഈ മകളെ നടപ്പാക്കലല്ല. മകനായിട്ട് വിട്. അവൻ്റേതായ ആഗ്രഹമുണ്ട്, അവൻ്റേതായിട്ട് റേഞ്ച് ഉണ്ട്. അവനാകാൻ അനുവദിച്ചാൽ നിന്നെക്കാൾ നല്ലവനും നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലവനായിട്ട് നിന്റെ മകൻ വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ബേസിക് ഓഫ് പാരന്റിങ്. ഈ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ വലിയ ഒരു വിഷയമാണ്, ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സംശയങ്ങൾ ഇനിയും ധാരാളം വരാം. നിങ്ങൾ വീണ്ടും ക്ലാസ് കേൾക്ക്, അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. എന്തായിരുന്നാലും അനീതിക്കിരയാകുന്ന ഒരുപാട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരുടെ മക്കളും. ഇപ്പോൾ ഈ മകൻ്റെ ഈ മരുമകൾ അല്പം കറുത്തിട്ടാ വിചാരിച്ചു. ഈ മരുമകൾ അല്പം കറുത്തിട്ട് അതിലുണ്ടായ കുട്ടിയും കറുത്തിട്ടാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഉമ്മ, ഈ കുട്ടിയുടെ വല്യമ്മ, ഈ കുട്ടികളുടെ വേറിട്ട് കാണിക്കും, രണ്ടിട്ട് കാണിക്കാറുണ്ട്. പിന്നെ അത് ഒരുപാട് വിഷയമാണ്. ഈ പെൺകുട്ടികളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന സ്ഥാനം ഈ ആൺകുട്ടികളുടെ മക്കൾക്ക് ഈ ഉമ്മമാർ കൊടുക്കാറില്ല. പേരക്കുട്ടികളെ കൂടി കളിച്ചപ്പം ഒരാളുടെ കയ്യിൽ നിന്ന് ബോൾ കൊണ്ടിട്ട് പിന്നെ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടി വിചാരിച്ചു. അപ്പോൾ ഈ മകൻ്റെ കുട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ഉമ്മാൻ്റെ നാവ് കുറച്ച് കുതുകൂടും. മകളുടെ കുട്ടിയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്ന് ഞാൻ പലപ്പോഴും പറയുന്ന എക്സാമ്പിൾ പറഞ്ഞ ഒരു വേവനോട് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പന്തിൻ്റെ വിചാരം തന്നെ ഞങ്ങളെ കുട്ടി നടന്നിട്ടുണ്ട്. ശരിയാണ്. ഈ മരുമോളോടുള്ള വെറുപ്പ് ആ കുട്ടികളോട് വരെ കാണിച്ചു പോകും. ഇതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എങ്ങനെ ഇടപെടുക? അവർ ഈ മരുമകനിൽ ഒരു കോൾഡ് വാർ നടപ്പാക്കും, ഇവളെ വെച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന വലിയൊരു വിഷയം എന്താ വെച്ചാൽ, ഈ പെൺകുട്ടി ചില സ്ത്രീകളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യും, വിളിച്ചിട്ട് ഉമ്മ എന്താ വെച്ചിട്ട് സുഖം തന്നെ ഉമ്മ, ഞങ്ങളിന്ന് മീൻ കറി വെച്ചു, അതിൽ കുറച്ച് ഉപ്പ് കയറിയിരുന്നു, പിന്നെ ഞാനത് അതാക്കാൻ വേണ്ടി ഇതിനെ പപ്പടം പൊരിച്ചത് കുറച്ച് കരിഞ്ഞു പോയി, പിന്നെ അതായി ഇപ്പടെയായി അങ്ങട്ടായി ഇങ്ങട്ടായി. ഇത് ഈ വീട്ടിലെ എല്ലാ സംഗതിയും വിളിച്ചു പറയും. എന്തിനതിൻ്റെ ആവശ്യം? ഇത് വേറെ വീടാണോ? ഇതിനത് കൂടെ അവിടെ പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അന്ന് ഗസ്റ്റ് വന്ന് ഞങ്ങൾ ഇന്ന് ബിരിയാണി വെച്ചത്, അതല്ലെങ്കിൽ ഞങ്ങൾ കുറേ ദിവസമായാലും പിന്നെ ഞങ്ങൾ മീൻ വെച്ചിട്ടാണ്, ഇന്ന് മീനാണ് വെച്ചത്. ഇതൊക്കെ മതി. അത് തന്നെ ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് വേണം. പക്ഷെ പറഞ്ഞു തരുന്നത് ഇവിടെ ഈ പറയുന്നതെല്ലാം, ഈ പെൺകുട്ടി പറയുന്നതെല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കംപ്ലൈൻ്റ് ആയിക്കൊണ്ടും
ഈ ഉമ്മത് കേൾക്കുന്നതെല്ലാം ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കംപ്ലൈൻറ്റ് ആയിക്കൊണ്ടാണ് ഈ ഉമ്മത് കേൾക്കുന്നതെങ്കിൽ ഇവർ ഈ ഫാമിലി തമ്മിൽ ഗ്യാപ്പ് വരും. ഫാമിലികൾ തമ്മിൽ ഗ്യാപ്പ് വന്നാൽ പിന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് അർത്ഥം മാറും. അത് ഭാര്യ ഭർത്താവും തമ്മിലുണ്ടാകുന്ന വിഷയങ്ങൾ നോർമലി സോൾവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ കുടുംബങ്ങൾ തമ്മിലാകുന്ന കേസിൽ അത് അകൽച്ചയുണ്ടോ എന്ന് നമ്മൾ വേറെ നോക്കണം, നോക്കിയിട്ട് വേണം മനസ്സിലാക്കിയെടുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടിലുണ്ടാകുന്ന ഉമ്മയും ബാപ്പയും മകളിലൂടെ സ്വാധീനിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് വഷളാക്കി കളയും. അത് ഈ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മോളുടെ സംരക്ഷണമായിരിക്കും ഇതാക്കുന്നത്. പക്ഷേ ഈ മോളെ സ്വാധീനിച്ചിട്ട് ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയും മകൾ തിരിയുന്നുണ്ടോ നോക്കിക്കോ, അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇവിടെ നിങ്ങൾ അനീതി നടപ്പാക്കുന്നതിനെ, അനീതിയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മകളെയും മരുമകനെയും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യം. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എവിടെയും വർക്ക് ചെയ്യുള്ളൂ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എവിടെയും വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കും. ഇതിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. അതൊന്നും സംസാരിക്കാനുള്ള, എല്ലാം കൂടി സംസാരിക്കാനുള്ള സമയം ഇല്ല. ഇപ്പം തന്നെ അത് ആൾമോസ്റ്റ് 55 മിനിറ്റ് ആയിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി വേണ്ടി വന്നാൽ നമ്മൾ മറ്റൊരു ക്ലിപ്പായിട്ട് സംസാരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.